ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിനെ തുടർന്ന് അദ്ദേഹം കുറച്ച് പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും അതിന്റെ തുടർച്ചയായി മാലദ്വീപിലെ 3 മന്ത്രിമാർ അദ്ദേഹത്തിനെതിരെ അപകീർത്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിലെ സെലിബ്രിറ്റികളടക്കം നിരവധി ഇന്ത്യക്കാർ മാലദ്വീപിനെതിരെ ട്വീറ്റ് ചെയ്യുകയും മാലദ്വീപ് ബഹിഷ്കരിക്കണമെന്ന് പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു. മാലദ്വീപിന് പകരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി ലക്ഷദ്വീപോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിക്കുകയും നിരവധി ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപിലേക്കുള്ള അവരുടെ റിസർവേഷനുകളും ഹോട്ടൽ ബുക്കിംഗും റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, സാമ്പത്തിക വളർച്ചയ്ക്കായി വിനോദസഞ്ചാരത്തെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് മാലദ്വീപ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സാഹചര്യം അവരെ എത്രത്തോളം സാമ്പത്തികമായി ബാധിക്കുമെന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് മൂല കാരണമായി തീർന്ന പരാമർശങ്ങൾ നടത്തിയ 3 മന്ത്രിമാരെ മാലദ്വീപ് പ്രസിഡന്റായ മുഹമ്മദ് മുയിസുവിന്റെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. പക്ഷെ ഇതുകൊണ്ടൊന്നും പ്രശ്നം അവസാനിച്ചില്ല. പ്രസിഡന്റ് മുയിസുവിനെ ഒരു ഇന്ത്യ വിരുദ്ധനായിട്ടും അതുപോലെ തന്നെ ചൈന അനുകൂലിയുമായിട്ടുമാണ് പൊതുവെ കണക്കാക്കുന്നത്. ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യത്തെ പരാമർശിച്ച് നടത്തിയ ഇന്ത്യ ഔട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെയാണ് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയത്. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സാധാരണയായി അധികാരത്തിലെത്തിയ പ്രസിഡന്റ് സന്ദർശനത്തിനായി തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളുടെ പ്രഥമ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഇത്തവണ അധികാരത്തിലേറിയ മുയിസു തന്റെ ഔദ്യോഗിക സന്ദർശനത്തിനായി തിരഞ്ഞെടുത്തത് ചൈനയും തുർക്കിയുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങൾക്ക് ആക്കം കൂട്ടി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു അവലോകനമാണ്. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. തന്ത്രപരവും സാമ്പത്തികപരവും സൈനികപരവുമായിട്ടുള്ള നിരവധി സഹായങ്ങൾ ഇന്ത്യ മാലദ്വീപിന് നൽകിയിട്ടുണ്ട്. $500 മില്യൺ ഗ്രേറ്റർ മാലെ പ്രോജക്റ്റ് ഒക്കെ അതിന് ഉദാഹരണമാണെന്ന് പറയാം. ആദ്യം നമുക്ക് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെയും ലക്ഷദ്വീപിന്റെയും തെക്കു ഭാഗത്തായിട്ടാണ് മാലദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 1966 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മാലദ്വീപിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. മാലദ്വീപിന്റെ സ്വാതന്ത്ര്യം ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. അതിനുശേഷം ഇന്ത്യയും മാലദ്വീപും അടുത്ത തന്ത്രപരവും സാമ്പത്തികവും സൈനികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 1976 ഡിസംബറിൽ ഇന്ത്യയും മാലദ്വീപും സമുദ്ര അതിർത്തികൾ അംഗീകരിക്കുന്നതിന് സമുദ്ര അതിർത്തി ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടി പ്രകാരം മിനിക്കോയ് ഇന്ത്യൻ അതിർത്തിയുടെ ഭാഗത്തായി സ്ഥാപിക്കപ്പെടുന്നു. 1976 ഇന്ത്യയും മാലദ്വീപും തങ്ങളുടെ സമുദ്ര അതിർത്തി ഔദ്യോഗികമായും സൗഹൃദപരമായും തീരുമാനിച്ചു. 1982 പ്രസിഡന്റ് മൗമൂൺ അബ്ദുൽ ഗയൂമിന്റെ സഹോദരൻ അബ്ദുള്ള ഹമീദ് നടത്തിയ പ്രസംഗത്തിൽ ഒരു ചെറിയ നയതന്ത്ര പ്രശ്നം ഉടലെടുത്തു. അയൽ രാജ്യമായ മിനിക്കോയ്ക്ക് നേരെയുള്ള അവകാശവാദമായി ഇന്ത്യ അതിനെ തെറ്റിദ്ധരിച്ചു. ഇന്ത്യയുടേതായിരുന്ന ദ്വീപ് മാലദ്വീപിന്റെ ഭാഗമായിരുന്നു എന്നതാണ് തെറ്റിദ്ധരിക്കപ്പെട്ട വാദം. എന്നാൽ മിനിക്കോയ്ക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്ന കാര്യം മാലദ്വീപ് ഉടനടി നിരസിക്കുകയും പ്രസിഡന്റ് മൗമൂണിന്റെ സഹോദരൻ യഥാർത്ഥത്തിൽ മാലദ്വീപും മിനിക്കോയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും വിശദീകരിക്കുകയും ചെയ്തു. 1981 ഇന്ത്യയും മാലദ്വീപും ഒരു സമഗ്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും കൂടാതെ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷന്റെയും സൗത്ത് ഏഷ്യൻ എക്കണോമിക് യൂണിയന്റെയും സ്ഥാപക അംഗങ്ങളും സൗത്ത് ഏഷ്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ ഒപ്പുവെച്ചവരാണ്. ഓപ്പറേഷൻ കാക്ടസിന്റെ വിജയത്തിന് ശേഷം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം ഗണ്യമായി വികസിച്ചു. ഇന്ത്യ വിപുലമായ സാമ്പത്തിക സഹായം നൽകുകയും അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യം, ടെലികമ്മ്യൂണിക്കേഷൻ, തൊഴിൽ വിഭവങ്ങൾ എന്നിവയുടെ വികസനത്തിനായിട്ടുള്ള ഉഭയകക്ഷി പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാലദ്വീപിന്റെ തലസ്ഥാനമായ മാലയിൽ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നതിനും ടെലികമ്മ്യൂണിക്കേഷനും എയർ ലിങ്കുകളും വിപുലീകരിക്കുന്നതിനും കാരണമായി തീർന്നു. കൂടാതെ മാലദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2006 മാലദ്വീപിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 384 കോടി രൂപയാണെങ്കിൽ ഇറക്കുമതി വെറും 6 കോടിയിലും താഴെയാണ്. മാലദ്വീപിന്റെ സാമ്പത്തിക വിപുലീകരണത്തിന് സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ $500 മില്യൺ അധികം സംഭാവന നൽകിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയും മാലദ്വീപും മത്സ്യബന്ധനവും ട്യൂണ സംസ്കാരവും വിപുലീകരിക്കുന്നതിന് സംയുക്തമായി പ്രവർത്തിക്കുവാനുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചു. 2006 ഏപ്രിലിൽ ഇന്ത്യൻ നാവികസേന മാലദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിന്റെ കോസ്റ്റ് ഗാർഡിന് 46 മീറ്റർ നീളമുള്ള ട്രിങ്കാറ്റ് ക്ലാസ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് സമ്മാനിച്ചു. 1988 മാലദ്വീപ് അട്ടിമറി ശ്രമത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വ്യവസായി അബ്ദുള്ള ലുത്തുഫിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം മാലദ്വീപുകാർ ശ്രീലങ്കയിൽ നിന്നുമുള്ള തമിഴ് വിഘടനവാദ സംഘടനയായ പീപ്പിൾ ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് തമിഴ് ഈഴത്തിന്റെ സായുധ കൂലിപ്പടയാളികളുടെ സഹായത്തോടെ ദ്വീപ് റിപ്പബ്ലിക്കിലെ സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള ശ്രമമുണ്ടായി. മാലദ്വീപിലെ പ്രധാന സർക്കാർ കെട്ടിടങ്ങൾ, വിമാനത്താവളം, തുറമുഖം, ടെലിവിഷൻ, റേഡിയോ സ്റ്റേഷനുകൾ എന്നിവയുൾപ്പെടെ തലസ്ഥാനത്തിന്റെ നിയന്ത്രണം കൂലിപ്പടയാളികൾ വേഗത്തിൽ നേടിയെടുത്തു. ഇതിനെതിരെ ഇന്ത്യൻ സായുധ സേന ഒരു രഹസ്യ ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കാക്ടസ്. അങ്ങനെ അവസാനം ആ അട്ടിമറി ശ്രമത്തെ പരാജയപ്പെടുത്തി.
ഇന്ത്യൻ പാരാ ട്രൂപ്പർമാർ ഉടൻ തന്നെ എയർഫീൽഡ് സുരക്ഷിതമാക്കി കമാൻഡർ ബോട്ടുകൾ ഉപയോഗിച്ച് മാലയിലേക്ക് കടന്നു. അങ്ങനെ പ്രസിഡന്റ് ഗയൂമിനെ രക്ഷിച്ചു. മണിക്കൂറുകൾക്കകം പാരാ ട്രൂപ്പർമാർ തലസ്ഥാനത്തിന്റെ നിയന്ത്രണം പ്രസിഡന്റ് ഗയൂമിന്റെ സർക്കാരിന് നൽകി അവരെ പുനഃസ്ഥാപിപ്പിച്ചു. ചില കൂലിപ്പടയാളികൾ ഹൈജാക്ക് ചെയ്ത ചരക്ക് കപ്പലിൽ ശ്രീലങ്കയിലേക്ക് പലായനം ചെയ്തു. കൃത്യസമയത്ത് കപ്പലിലെത്താൻ കഴിയാത്തവരെ പെട്ടെന്ന് പിടികൂടി മാലിദ്വീപ് സർക്കാരിന് കൈമാറി. 19 പേർ യുദ്ധത്തിൽ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും കൂലിപ്പണിക്കാരാണ്. മരിച്ചവരിൽ കൂലിപ്പടയാളികൾ കൊലപ്പെടുത്തിയ 2 ബന്ദികളും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ഗോദാവരി, ബെത്വ എന്നീ യുദ്ധക്കപ്പലുകൾ ശ്രീലങ്കൻ തീരത്ത് നിന്ന് ചരക്ക് കപ്പലിനെ തടഞ്ഞു നിർത്തി കൂലിപ്പടയാളികളെ പിടികൂടി. ഇന്ത്യൻ സൈന്യത്തിന്റെ വേഗത്തിലുള്ള ഇടപെടലും കൃത്യമായ രഹസ്യാന്വേഷണ സ്വഭാവവും അട്ടിമറി ശ്രമത്തെ വിജയകരമായി ഇല്ലാതെയാക്കി. ദ്വീപിലെ ഏക ജലശുദ്ധീകരണ പ്ലാന്റിന്റെ തകർച്ചയെ തുടർന്ന് 2014 ഡിസംബർ 4-ന് മാലയിൽ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ അടിയന്തര സഹായത്തിനായി മാലദ്വീപ് അഭ്യർത്ഥിച്ചത് ഇന്ത്യയോടാണ്. കുടിവെള്ളം ചുമക്കുന്ന C-17 ഗ്ലോബ് മാസ്റ്റർ 3, 276 തുടങ്ങി ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ടുകളെ അയച്ചാണ് ഇന്ത്യ രക്ഷയ്ക്കെത്തിയത്. ഇന്ത്യൻ നാവികസേന INS സുകന്യ, INS ദീപക് തുടങ്ങിയ അവരുടെ ഓൺബോർഡ് ഡീസലൈനേഷൻ പ്ലാനുകളും ഉപയോഗിച്ച് ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കപ്പലുകളും അയച്ചു. 2008 മുതൽ 2012 വരെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മാലദ്വീപിലെ ആദ്യത്തെ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് 2015 ഫെബ്രുവരി 22-ന് തീവ്രവാദ കുറ്റത്തിന് അറസ്റ്റിലായി. നഷീദിന്റെ അറസ്റ്റിൽ ഇന്ത്യയും അമേരിക്കയും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. 2020-ലെ COVID-19 പ്രതിസന്ധി ഘട്ടത്തിൽ സാമ്പത്തികപരമായും മെറ്റീരിയൽ ലോജിസ്റ്റിക്കൽ പിന്തുണയുടെ രൂപത്തിലും ഇന്ത്യ മാലദ്വീപിന് സഹായം നൽകിയിട്ടുണ്ട്. 2020 ഏപ്രിലിൽ COVID-19 സാമ്പത്തിക ആഘാതത്തെ ലഘൂകരിക്കുവാൻ മാലദ്വീപിനെ സഹായിക്കുന്നതിന് ഇന്ത്യ $150 മില്യൺ കറൻസി സ്വാപ്പ് പിന്തുണ നൽകി. ഏപ്രിലിൽ മാലിദ്വീപ് ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ച് ഓപ്പറേഷൻ സഞ്ജീവനിയുടെ ഭാഗമായി ഇന്ത്യൻ എയർഫോഴ്സ് 6.2 ടൺ ആവശ്യ മരുന്നുകളും ആശുപത്രി ഉപഭോഗ വസ്തുക്കളും മാലിദ്വീപിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. ഈ സാധനങ്ങൾ ഇന്ത്യയിലെ വിതരണക്കാരിൽ നിന്ന് മാലിദ്വീപിലെ സ്റ്റേറ്റ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ വാങ്ങിയിരുന്നുവെങ്കിലും COVID-19 ലോക്ക്ഡൌൺ കാരണം ഇവ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിലും ലോജിസ്റ്റിക് വെല്ലുവിളികൾക്കിടയിലും മാലിദ്വീപിനെ പ്രതിരോധിക്കുവാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകളുമായി ഒരു മെഡിക്കൽ ടീമിനെ ഇന്ത്യ നേരത്തെ അയച്ചിരുന്നു. ഈ ഒരു പ്രവർത്തനത്തെയാണ് ഓപ്പറേഷൻ സഞ്ജീവനി എന്ന് വിളിച്ചിരുന്നത്. ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിന് കീഴിൽ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ശക്തമായ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ ഇന്ത്യയെ ഒരു സുഹൃത്തായും വിശ്വസ്തരായ അയൽക്കാരായിട്ടുമാണ് മാലിദ്വീപുകാർ പൊതുവെ കണക്കാക്കുന്നത്. ഇരു രാജ്യങ്ങളും ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളാണ് പങ്കിടുന്നത്. ഇന്ത്യയുടെ സുപ്രധാന സമുദ്ര അയൽക്കാരിൽ മാലിദ്വീപിന് ഒരു സുപ്രധാന സ്ഥാനമുണ്ട്. ശേഷി വികസനത്തിലൂടെയും ശേഷി വർധനവിലൂടെയും മാലിദ്വീപിലെ പ്രതിരോധ, സുരക്ഷാ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിവിധ ശ്രമങ്ങളിൽ ഇന്ത്യ സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട്. മാലിദ്വീപ് അധികൃതരുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേന സംയുക്ത അഭ്യാസങ്ങൾ നടത്തി. ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സഹായിച്ചു. ഉപകരണങ്ങൾ കൈമാറ്റം ചെയ്യുവാനുള്ള സൗകര്യങ്ങളും ഒരുക്കി. ഈ സഹകരണ സംരംഭങ്ങളിൽ സുരക്ഷാ ദാതാവ് എന്ന നിലയിൽ ഇന്ത്യയുടെ നിർണായക പങ്ക് ഊന്നി പറയുന്നുണ്ട്. ഉദുരു തില ഫൽഹു നേവർ ബേസ് ഹാർബറും ഗ്രേറ്റർ മാലി കണക്ടിവിറ്റി പ്രോജക്റ്റുമാണ് മാലിദ്വീപിലെ സംയുക്ത പദ്ധതികളിൽ പ്രധാനപ്പെട്ടവ. പ്രധാനമായും ഉദുരു തില ഫൽഹു നേവൽ ബേസിന്റെ തുറമുഖത്തിന്റെ വികസനം, പിന്തുണ, പരിപാലനം എന്നിവയ്ക്കായി പ്രതിരോധ പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ മാലിദ്വീപിന് നൽകിയത് $50 മില്യൺ ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണ്. 2021 മാലിദ്വീപ് നാഷണൽ പ്ലാനിംഗ്, ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ മന്ത്രാലയം ഇന്ത്യൻ എഞ്ചിനീയറിംഗ് കമ്പനിയായ അഫ്കോൺസുമായി 6.7 കിലോമീറ്റർ ബ്രിഡ്ജ് ആൻഡ് കോസ്വേ ലിങ്കിനായി $500 മില്യൺ അടിസ്ഥാന സൗകര്യ പദ്ധതിയിൽ ഒപ്പുവെച്ചു. 6.74 കിലോമീറ്റർ പാലവും കോസ്വേ ലിങ്കും മാലിയുടെ തലസ്ഥാനത്തെ വില്ലിംഗില്ലി, ഗുൽഹി ഫൽഹു, തിലഫുഷി ദ്വീപുകളുമായി ബന്ധിപ്പിക്കും. $100 മില്യൺ ഗ്രാന്റിലൂടെയും ഇന്ത്യയിൽ നിന്നുമുള്ള $400 മില്യൺ ക്രെഡിറ്റിലൂടെയുമാണ് ഇതിന് ധനസഹായം ലഭിക്കുന്നത്. ഇത് മാലിദ്വീപിലെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന 4 ദ്വീപുകൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. 2004 ഡിസംബർ 26-ന് മാലിദ്വീപിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചതിനു ശേഷം ഇന്ത്യയാണ് ആദ്യമായി ദുരിതാശ്വാസ സഹായം നൽകിയത്. ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് ഡോർണിയർ വിമാനങ്ങൾ ഡിസംബർ 27-ന് തന്നെ എത്തി. അതേ ദിവസം തന്നെ 2 ഇന്ത്യൻ എയർഫോഴ്സ് അവറോസ് ദുരിതാശ്വാസ സാമഗ്രികളുമായി എത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ആകെ ചിലവെന്ന് പറയുന്നത് ഏതാണ്ട് 36.39 കോടി രൂപയോളം വരും. ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ ഇന്ത്യയുമായി അഗാധമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് മാലിദ്വീപ്. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഏകദേശം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.